അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിസ്കാരശേഷം ഒരാൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഈ 3 ദിക്റുകളും 33 പ്രാവശ്യം ഇങ്ങനെ 100 തേക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റ് ചൊല്ലി 100 തികക്കുകയും ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ ചെയ്ത ദോഷങ്ങൾ സമുദ്രത്തിലെ തിരകൾ കണക്കിന് അല്ലെങ്കിൽ വെള്ളത്തിൽ ഉണ്ടാകുന്ന കുമിളകൾ കണക്കിന് അത്രത്തോളം ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും അള്ളാഹു തആല അത് പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി തങ്ങൾ നിസ്കാരത്തിന് ശേഷം വിരലുകൾ കൊണ്ട് ഓരോ ദിക്റുകളും എണ്ണിയിരുന്നു. അതായത് 32 34 ആവാതെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ 33 എണ്ണം തികക്കുക. കൈവിരൽ കൊണ്ട് ഹബീബായ നബി തങ്ങൾ ഈ ദിക്റിന് എണ്ണമെടുത്തിരുന്നു എന്ന് മഹാനായ മഹാന്മാരുടെ മുഹദ്ദിസീങ്ങളിൽ ധാരാളം ആളുകൾ ഈ ഹദീസിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹാനായ ഇമാം നബിയുടെ അദ്കാർ എന്ന കിതാബിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഹദീസിനെ വെച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം തങ്ങൾ തൻ്റെ സ്വഹീഹിലും ഈ ഒരു ഹദീസിനെ വെച്ചിട്ടുണ്ട്, കാണാൻ കഴിയുന്നപ്പോൾ സ്വഹിയ ഹദീസാണ്. ഒരു സംശയത്തിനും ഇടയില്ലാതെ നമ്മൾ ചെയ്യേണ്ട, നിസ്കാരത്തിന് ശേഷം ചെയ്യേണ്ട വലിയൊരു ദിക്റ് കൂടി, വലിയൊരു സൽക്രമം കൂടിയാണിത്. ആരും തന്നെ ഉപേക്ഷിക്കാതെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരാൻ വേണ്ടി, നമ്മുടെ നിത്യജീവിതത്തിൽ ഇതിനെ കൊണ്ടുവരാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം. റഹിമായ റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.